Hello everyone, I am Dr. Manoj Johnson, lifestyle physician, John Marin Hospital, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഒന്നും കാണത്തില്ല, പക്ഷെ നമുക്ക് ഒത്തിരിയേറെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വരുന്നു. അതായത് ഇപ്പോൾ സോറിയാസിസ് ഉണ്ടാകുന്നു, ഡാൻഡ്രഫിൻ്റെ അളവ് കൂടുന്നു, സ്കിൻ കണ്ടീഷൻസ് വളരെ സിവിയറായിട്ട് വരുന്നു, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു, സഡൻ ആയിട്ടുള്ള ഡയബറ്റിക് പ്രശ്നങ്ങൾ, ഒരു സുപ്രഭാതത്തിൽ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറുന്നു. പിന്നെ എന്ത് ചികിത്സിച്ചാലും ഇത് മാറുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഈ കാര്യത്തിൻ്റെ മെയിനായിട്ടും ഹിഡൻ ആയിട്ട് പുറകിൽ കിടക്കുന്ന ഒരു കള്ളൻ എന്ന് പറയുന്നത്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ എന്ന് പറയുന്നത് ഹെവി മെറ്റൽസ് ആണ്. ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേര് കേട്ട് കാണും, ഈ നമ്മുടെ മർക്യുറി, ലെഡ്, ക്രോമിയം, ആർസെനിക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഹെവി മെറ്റൽസ് ഏറ്റവും കൂടുതൽ നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു പരിധി കൂടുതൽ കയറുകയാണ്. അത് ഇപ്പം ഹെവി മെറ്റൽസ് പോട്ടെ, പ്ലാസ്റ്റിക് തന്നെ, ഇത് വേണ്ടാത്ത കുറേ സാധനം കയറുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് തന്നെ വരും. പ്ലാസ്റ്റിക് ഇപ്പം നേരത്തെയൊക്കെ വൃഷണത്തിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ ആയിരുന്നു, ഇപ്പോൾ ബ്രെയിനിൽ വരെ പ്ലാസ്റ്റിക്കാണ്. കാരണം നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ വരെ ക്രോസ് ആയിട്ട് ചെല്ലണമെന്ന് പറയുന്നത് നിസ്സാര സംഭവമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും പ്ലാസ്റ്റിക് നമ്മുടെ ബോഡിയിൽ വരുന്നത്? വളരെ സിമ്പിളാണ്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, വാട്ടറാണ്. നമ്മുടെ കുടിക്കുന്ന മിനറൽ വാട്ടറല്ല, മിനറൽ വാട്ടർ വേറെയാണ്. സാധാരണ നമ്മൾ കുപ്പിവെള്ളമില്ലേ, നമ്മൾ ബിസ്ലറിയും അങ്ങനെയൊക്കെ പറയുന്ന വെള്ളങ്ങളില്ലേ, ഈ കുപ്പിവെള്ളം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങും. പ്ലാസ്റ്റിക് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇതാകുന്നത് വെച്ചാൽ, ഈ കുപ്പിവെള്ളം എങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വരുന്നത്, നമ്മൾ നോക്കുമ്പോൾ തണുത്ത വെള്ളം എന്ന് പറഞ്ഞെങ്കിലും ഇത് ഫ്രിഡ്ജിലേക്ക് വരുന്നത് ചിലപ്പം ലോറിയിലും അവിടെ ഇവിടെയും കയറ്റിയിട്ട് നമ്മുടെ വെയിലത്താണ് ഈ സാധനം വരുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിലത്താകുമ്പോൾ തന്നെ ഇത് റിയാക്ഷൻ ഉണ്ടാകും വെള്ളമായിട്ട്. അതേപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു എന്ന് വെച്ചു, അത് നമ്മൾ അന്നേരം കുടിച്ചു, അതൊക്കെ ഓക്കെ. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളൊരു അത്യാവശ്യത്തിന് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനും ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്ക് വേറെ വെള്ളം, ഞാൻ കഴിയുന്നതും വീട്ടിലെ വെള്ളമാണ് കൊണ്ടുപോകാൻ നോക്കുന്നത്. എന്നാലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് വെള്ളം ഒട്ടും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുപ്പിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വെള്ളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് കുടിച്ചേച്ച് നമ്മൾ കാറിനകത്ത് വെക്കും. ഈ കാറിനകത്ത് ഇത് ചിലപ്പോൾ കാർ നമ്മൾ ചിലപ്പോൾ വെയിലത്തായിരിക്കും, വെയിലത്ത് കാർ ഭയങ്കരമായിട്ട് ഹീറ്റാവും, ഈ വെള്ളവും ഹീറ്റാവും, ഈ കുപ്പി ഹീറ്റാവും. എന്നിട്ട് ഇതിനുള്ള ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് എല്ലാം ഈ വെള്ളത്തിൽ കയറിയിട്ട് ഇത് നമ്മൾ കുടിക്കുന്നതനുസരിച്ച് അതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരും. പല സാഹചര്യങ്ങളിൽ നമ്മൾ ഇത് നോക്കത്തില്ലേ, എന്താ പറയുക, ചായയൊക്കെ പാർസൽ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും ഈ പറയുന്ന പ്ലാസ്റ്റിക് കവറിൽ ചായ കെട്ടിക്കൊണ്ട് വരുന്നവരുണ്ട്. പല പ്ലാസ്റ്റിക് കവറിനകത്ത് ചൂട് സാമ്പാറൊക്കെ ഇട്ടേച്ച് പ്ലാസ്റ്റിക് കവറിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പല എണ്ണയിൽ അന്നേരം വറുത്ത് കോരിയിട്ടെടുക്കുന്ന എണ്ണ ചൂടായിരിക്കുന്ന സാധനം അതുവരെ പ്ലാസ്റ്റിക് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇത് മൊത്തമാണ് ഈ ഫുഡിലേക്ക് കയറുന്നത് തന്നെ. കാരണം നമുക്ക് അത്രയും ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് ചൂടുവെള്ളം നിറയ്ക്കുന്നത് വരെ പ്രശ്നമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്ലാസ്റ്റിക് കയറുന്നുണ്ട്. അപ്പം അലുമിനിയം ഫോയിലിനകത്ത് സ്ഥിരമായിട്ട് പാർസൽ മേടിക്കുന്ന ആളുകളിൽ ആ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്താ പറയുക, ഒരഞ്ഞ് വര വീണിട്ട് ഉള്ള കെമിക്കൽസ് മൊത്തം ടെഫ്ലോൺ എന്നാണ് അതിൻ്റെ കവറിങ്ങിന് വരിക. ഇതെല്ലാം ഫുഡിനകത്ത് കയറിയിട്ട് ഇത് നമ്മുടെ ഉള്ളിൽ കയറുന്നുണ്ട്. ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമ്മളിപ്പം റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന മീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് കുറേ ഹെവി മെറ്റൽസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നുണ്ട്. മർക്യുറിയും ലെഡും എല്ലാം അതിനകത്ത് കയറുന്നുണ്ട്. പലപ്പോഴും പല പോഷകങ്ങളുടെ കുറവ് കൊണ്ട്, പ്രത്യേകിച്ച് സിങ്കിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഓട്ടിസം ഉണ്ടാകുന്നുണ്ട് കുട്ടികളിൽ. പല സംഭവത്തിലും ഇതിനകത്തെ വേരിയേഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. പല കാരണങ്ങളാണ്, പല രീതിയിലാണ് നമ്മുടെ ബോഡിയിലേക്ക് ഇത് വരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെ നമ്മൾ പുറത്ത് കളഞ്ഞാൽ, കാരണം അതിനകത്ത് കീലേഷൻ മെത്തഡുകളും കാര്യങ്ങളും ചെയ്ത് വെച്ച് നമുക്കത് വിഷാംശങ്ങൾ ബ്ലഡിൽ നിന്ന് പുറത്ത് കളയാൻ പറ്റും. പലപ്പോഴും ഈ സെൽസിൻ്റെ ഉള്ളിൽ ഇത് പല രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്ര നിസ്സാരമായിട്ട് നമ്മളത് കരുതാൻ പാടില്ല. പലതും പല രീതിയിൽ നമ്മൾ പയറ്റിയിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കിടക്കുന്നത് ഹെവി മെറ്റൽസ് എന്ന് പറയുന്ന ഒരു വലിയൊരു
എന്താ പറയുക, അണ്ടർവേൾഡ് ഡോൺ എന്ന് പറയുന്ന പോലെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വരും. ചിലർ നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന ആൾക്കാരുണ്ട്. സ്ഥിരമായിട്ട് പെയിൻറ്റ് അടിക്കുന്ന ആളുകളിലും അവരുടെ പെയിൻറ്റിനകത്തുള്ള കെമിക്കൽസ് ഉള്ളിലേക്ക് കയറും. അതേപോലെ നമ്മുടെ ഇപ്പം പ്ലാസ്റ്റിക് കത്തിക്കുന്ന ആയിക്കോട്ടെ, എന്തും നമ്മളിപ്പോൾ ഒരു ടിന്നായിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, എന്ത് കത്തിച്ച് അതിൻ്റെ ഉള്ളിൽ കയറുന്ന ആൾക്കാരുണ്ട്. ഇൻഡസ്ട്രിയുടെ അടുത്ത് താമസിക്കുന്നവരുണ്ട്. അതിനകത്ത് വെള്ളം കുടിക്കുന്നവരുണ്ട്. ഇതും കൊണ്ടൊക്കെ ഉള്ളിലേക്ക് ഈ സാധനം കയറുകയാണ്. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ വെറുതെ പോയിട്ട് കിണറ്റിലെ വെള്ളം കുടിക്കാൻ പാടില്ല. ആ കിണറിൻ്റെ അടുത്ത് എന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടോ, എവിടെന്നെങ്കിലും അത് വരുന്നുണ്ടോ, എന്തെങ്കിലും കെമിക്കൽസ് കയറാനുള്ള സാധ്യതയുണ്ടോ, ഇതും കൂടെ നോക്കിയിട്ട് വേണം അത് നല്ലതാണെന്ന് പറഞ്ഞ് കുടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ട് കുടിക്കുക എന്നുള്ളത്. പലപ്പോഴും ഫ്ലാറ്റുകളിൽ കാര്യങ്ങളിൽ എവിടുന്നാണ് വെള്ളം വരുന്നത്, എവിടുന്നാണ് അടിച്ച് കയറ്റുന്നത് ഒന്നും പിടുത്തം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ധാരണയും കിട്ടത്തില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഓസ് പൈപ്പിൻ്റെ ഉള്ളിൽ അതിൻ്റെ തുരുമ്പ് പിടിച്ച കാര്യങ്ങളുണ്ട്, അതിലൂടെ വെള്ളം വരുന്നത്, ഇതെല്ലാം സാധനം ഉള്ളിലേക്കാണ് നമ്മുടെ കയറുന്നത്. ഇങ്ങനെ ഇത് ഉള്ളിൽ കിടക്കുന്നത്രയും കാലം നമുക്കൊരു പരിധി കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ സോറിയാസിസ് കണ്ടീഷൻ ഉണ്ടാകുന്നത് സ്കിൻ കണ്ടീഷനിലെല്ലാം ഈ പറയുന്ന ഹെവി മെറ്റൽസ് ആണ്. സോ അതുകൊണ്ട് അത് ക്ലിയർ ആക്കാനാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ ഒരു രീതിയിലും റിസൾട്ട് കിട്ടാത്ത കേസുകളിൽ നമ്മൾ ഹെവി മെറ്റൽസ് ചെക്ക് ചെയ്തിട്ട് ഏതുണ്ട് അതിനെ നമ്മൾ ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിന് ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് അതിന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മൾ മെയിനായിട്ടും ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു പ്രശ്നത്തിനും നമുക്ക് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിന് ഇങ്ങനെ കുറേ കാരണങ്ങളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.